വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. എല്ലാവർക്കും എന്താ പറയുക, സ്നേഹം നിറഞ്ഞൊരു നമസ്കാരം. എന്നുവെച്ചാൽ ഇന്ന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് റെസിപ്പിയിലേക്ക് പോവുക. എന്നാ ഇത്ര വലിയ ആകാംക്ഷയായിട്ട് ഇത്രയും വലിയ റെസിപ്പി എന്നാ പറയാൻ പോകുന്നതെന്നല്ലേ? സംഭവം ഒന്നുമല്ല, നമ്മളെല്ലാ റെസ്റ്റോറൻറ്റിലും പോയി കഴിക്കുന്ന ഒരു റെസിപ്പിയാണ്. സംഭവം എന്നാന്ന് വെച്ചാൽ കടായി ചിക്കനാണ്. കടായി ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുമ്പം ഈ പറഞ്ഞ കടായി പനീർ അതിനൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. പക്ഷേ ഇതെന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ചൊരു നാടനും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പം ഉണ്ടാവുന്ന ഒരു വ്യത്യാസമില്ലേ, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയപ്പം സംഭവം എന്നാന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്തതാണ്. നാടനും ആവണം, എന്നാന്ന് വെച്ചിട്ട് നോർത്തും ആവണം, നമ്മുടെ കേരള ടേസ്റ്റ് വിട്ടുപോകാനും പാടില്ല. അതായത് ചുരുക്കം പറഞ്ഞാൽ ചിക്കൻ പെരട്ട് പോലെ ഉണ്ടാക്കി കടായി ആക്കി മാറ്റിയെടുത്തു എന്ന് പറയാം, അല്ലെങ്കിൽ കടായിനെ ചിക്കൻ പെരട്ടാക്കി മാറ്റിയെടുത്തു എന്നൊക്കെ പറയില്ലേ. എന്ന് പറഞ്ഞ ഒരു പരീക്ഷണത്തിൽ കൂടെ ഒരു വലിയൊരു സ്ട്രഗിള് നടത്തി ഒന്ന് വിജയിച്ച ഒരു റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ കടായി ചിക്കൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കടായി എന്തുവാ, ചീനച്ചട്ടിയാ, അതിനകത്തുണ്ടാക്കുന്ന ചിക്കൻ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ ഒക്കെ നമ്മൾ ആദ്യം പേടിച്ചു പോകും, കടായി ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് പേടിക്കണ്ട, അത് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ അത്രേ ഉള്ളൂ. പിന്നെ അതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് വ്യത്യാസമാണ്, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റും വ്യത്യാസമാണ്. അങ്ങനെ ഒന്ന് പരീക്ഷിച്ചെടുത്ത ഒരു കടായി ചിക്കൻ എന്ന് പൂർണ്ണമായിട്ട് പറയാനൊക്കത്തില്ല. കുറച്ച് നമ്മുടെ ചിക്കൻ പെരട്ടും കൂടെ മിക്സ് ചെയ്താൽ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ്. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാ, അതുകൊണ്ട് പേടിക്കണ്ട. പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിന് വേണ്ടിയത് ഒരു 2 സവാള വലുതെടുത്തു, 1 കിലോ ചിക്കന് 2 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് തേങ്ങാക്കൊത്ത്, അതായത് ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ പെരട്ടും കൂടെ മിക്സാ. ഇത് കുറച്ച് കസൂരി മേത്തി. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, എരിവ് കണക്കാക്കി. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ, പക്ഷെ കുറച്ച് ഗ്രേവി അരയ്ക്കാനുണ്ട്, അതിനകത്തും പച്ചമുളക് വേണം. കുറച്ച് സോയാ സോസ്, കുറച്ച് ഗരം മസാല, ഇത് കുറച്ച് ടൊമാറ്റോ സോസ്, ഇഞ്ചി അരിഞ്ഞത്, അത് കുറച്ച് ഇത് ഇതിനകത്തിട്ട് വഴറ്റാനാണ്. അന്നേരം 1 ടീസ്പൂണോളം കണക്കാക്കിക്കോ. ഇത് പിന്നെ അറിയാലോ, മഞ്ഞൾപ്പൊടി. ഇത് ഇഞ്ചിയുടെ പേസ്റ്റാ, ഇത് ഞാൻ അരച്ചതല്ല, ഇത് മേടിച്ച പേസ്റ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാ. പിന്നെ ഉള്ളത് ഇത് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, കുരുമുളക് പൊടി, ഇത് നാരങ്ങ നീര, ഇതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വിനീഗർ ആയാലും മതി. ഇത് കറക്റ്റ് 1 കിലോ ചിക്കനാണ് മേടിച്ചേക്കുന്നത്. പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് അരയ്ക്കാനുള്ള സാധനമാണ്. ഇത് കുറച്ച് 2 ടൊമാറ്റോ, ചെറിയ മീഡിയം സൈസ് 2 ടൊമാറ്റോ. പിന്നെ വേണ്ടിയത് ഗ്രാമ്പു, അതൊരു 3-4 എണ്ണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അതേപോലെ ഒരു ടോട്ടൽ 4 പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് അരയ്ക്കാനുള്ള 2 പച്ചമുളക്. ഇത് കുറച്ച് ഏലക്ക, അതും ഒരു 5 എണ്ണം മതിയാവും. ഇതൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കും. ഇത് ഓരോ ടീസ്പൂൺ വീതം കാണും. അത് എന്നാന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ കൂടെ വേവിച്ച് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ വേവാനുള്ളത് ഒന്ന് വേവിക്കാൻ വെക്കാൻ പോവുക. കാര്യം എന്നാന്ന് വെച്ചാൽ അത് വെന്ത് ആറിയതിന് ശേഷമേ നമുക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, 2 തക്കാളി മുഴുവനോടെ ഇട്ടാൽ പറ്റത്തില്ല, അതിനെ ഒന്ന് കീറിയിടാം. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടിയത് ഒരു 2-3 ഗ്രാമ്പു, പിന്നെ ഉള്ളത് 2 പച്ചമുളക്, ഇത് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയുവാ. പിന്നെ വേണ്ടിയത് ഒരു 3-4 ഏലക്ക. ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളം, അല്ലെങ്കിൽ നമ്മുടെ മിക്സിയിൽ ഇതൊന്ന് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാലും മതി. ഞാനിപ്പോൾ ഒരു ഏകദേശം 1 കപ്പേ ഒഴിച്ചുള്ളൂ. കാര്യം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ വെള്ളം കളയണ്ട, വേവുന്നതിൻ്റെ സത്ത് മുഴുവൻ ഉള്ളതാന്നേ. അന്നേരം പിന്നെ വെറുതെ നമ്മൾ എന്നത്തിനാ അതിൻ്റെ ആ സത്ത് കളയുന്നേ. ഇനി നെക്സ്റ്റ് ഇത് വേവുന്ന സമയം നമുക്ക് എന്നാ ചെയ്യണ്ടേ, നമ്മുടെ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയത് ഫസ്റ്റ് ആദ്യം ഞാൻ ഈ ചിക്കൻ ഇതിനകത്തൊന്ന് ഇടുക. കുറച്ച് മുളക് പൊടി, ഇതൊക്കെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. കഴിയുന്നതും അത് തന്നെ എടുക്കണേ. കാര്യം എന്നാന്നോ, കുറച്ച് ഈ പറഞ്ഞ എരു മുന്നേ കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫ്രഷ് ക്രീമാണ് ഇപ്പം ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി എന്നാന്നോ, അണ്ടിപ്പരിപ്പും കശകശയില്ലേ, അതായത് കസ്കസ്, മറ്റേ നമ്മുടെ ഗരം മസാലയ്ക്കകത്ത് ഉള്ള ഒരു വെള്ള പൊടി പോലത്തെ ഒരു സാധനമുണ്ട്, അതൊരു 2 ടീസ്പൂൺ അതും ഇട്ട് അണ്ടിപ്പരിപ്പും കൂടെ അരച്ചു വെക്കുകയോ
അല്ലെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ആവാം. ഇതേതായാലും കസകസ ചിക്കന് ചേരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇത് രണ്ടും നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ഇത് ചെയ്യാം. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒന്ന് നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. ഈ കപ്പലണ്ടി എന്തെങ്കിലും ഒരു നട്ട്സ് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കാണും. അപ്പം അതുകൊണ്ട് അത് ഏതെങ്കിലും ഒന്ന് അരച്ചാൽ മതി. ഇനി ഞാനിത് മാരിനേറ്റ് ചെയ്യാൻ പോകുന്ന സാധനം എന്തൊക്കെയാണെന്ന് പറയാം. എന്തൊക്കെ തേച്ച് പിടിപ്പിക്കണം എന്ന് വെച്ചാൽ, കുറച്ച് മഞ്ഞപ്പൊടി വേണം. നമ്മുടെ ഒരു കണ്ണ് വേവാൻ വെച്ചതിനകത്തൂടെ ഒന്ന് വേണേ ഇച്ചിരി മഞ്ഞപ്പൊടി. ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടു. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇടുക. ഇത് ഈ സമയത്ത് മുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് വറക്കാനുള്ളതായതുകൊണ്ട് എൻ്റെ ഒരു ഇതെന്നാന്ന് വെച്ചാൽ അത് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ വറക്കുമ്പോഴത്തേക്ക് ഒരു ചുവപ്പ് നിറയില്ലേ, അതുകൊണ്ട് ചേർക്കുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. 1 കിലോ ചിക്കന് 1.5 ടീസ്പൂണാണ് കണക്ക്. പക്ഷെ ഇവിടെ ഞാനിത് മേടിച്ചതായതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഇടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരയ്ക്കാനും ചേർക്കാനും ഉണ്ട്. അപ്പോൾ അത് നോക്കിയേച്ച് വേണം നമ്മൾ ചിക്കനിലോട്ട് ചേർക്കാൻ. ഇതിന് ബേസിക്കലി എൻ്റെ കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതലായതുകൊണ്ട് അത് കുറച്ച് ചേർത്തേച്ചാൽ മതി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചേർത്തു. ഇനി വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അതൊരു 1 ടീസ്പൂൺ കണക്കാക്കിക്കോ. ഇനി ഒരു ഇച്ചിരി നാരങ്ങാ നീര്, അത് 1 ടീസ്പൂൺ ടു 1.5 ടീസ്പൂൺ. ഇനി ഇതിന്റെ മെയിനായിട്ട് ഉപ്പ്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് പെരട്ടി ഉപ്പിടുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നാന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് മേടിച്ചതായതുകൊണ്ട് അതിനകത്ത് ഉപ്പും വിനീഗറും നല്ലോണം ഉണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ഇതിൻ്റെ പണി തേണ്ട ഏകദേശം ഇത് എന്താ പറയുക, ടൊമാറ്റോ ഒന്ന് വെന്തു എന്ന് പറയാനായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ആ പച്ചയൊന്ന് മാറിയേച്ചാൽ മതി. കാര്യം പിന്നെ നമ്മൾ ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു വേവ് ഇനി മതിയായും. ഡയറക്റ്റായിട്ട് എന്നാൽ പിന്നെ ഇട്ടൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള പാടെന്നാന്നറിയാമോ? ഉള്ള സത്യം പറയാം, ഈ പറഞ്ഞ പോലെ ഒരു പച്ചച്ചൊവ്വ അതിന് മുന്നേ നിൽക്കുമല്ലേ, വെന്ത് കഴിയുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റാണ്. ഇതുണ്ടോ, ടൊമാറ്റോ ഒക്കെ നല്ലോണം ഒന്ന് വെന്തു. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് മാറ്റി വെച്ച് ഇത് ആറി കഴിയുമ്പം നല്ലതായിട്ട് ഈ വെള്ളത്തോടെ ചേർത്ത് തന്നെ അങ്ങ് അടിച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഇനി വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ ഇതിനെല്ലാം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുക. ഇത് ഒരുപാട് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചില്ല, അങ്ങനെയൊക്കെ ഒരു ടെൻഷനില്ലേ. പക്ഷേ ഈ ചിക്കനകത്തോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേരുമ്പോഴത്തേന് അതിന് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിനൊരു വേവലുണ്ട്, അപ്പോൾ അതിനൊക്കെ സമയം എടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഫസ്റ്റ് അപ്പോൾ ഈ ചിക്കനകത്ത് എല്ലാ മസാലയും പിടിച്ചില്ല, അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. പക്ഷെ എന്നാലും ചിക്കൻ പച്ചയ്ക്ക് വറുക്കുമ്പോഴത്തേക്ക് ഒരു സുഖമില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നമുക്കൊരു ചിക്കനകത്ത് പിടിച്ചു എന്നുള്ളൊരു ഫീലിംഗ് എങ്കിലും വരുമല്ലോ. ഇനി ഇതിനകത്തോട്ട് ചിക്കൻ വറക്കാനുള്ള എണ്ണയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ 2 ടേബിൾ സ്പൂൺ അങ്ങനെയല്ല, ഇത്രയും ചിക്കൻ വറക്കണം. അതും ഷാലോ ഫ്രൈ ആണ്. നമ്മൾ ചിക്കൻ ഫ്രൈ വറുക്കുന്ന പോലെ വറുത്തെടുക്കരുത്. ഇതിന് ഒരുപാട് നേരമൊന്നും എടുക്കുകയല്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ബട്ടർ ഇടാൻ ആഗ്രഹമുള്ളവർക്ക് അതുകൂടി ഇടാവേ. എന്തായാലും ഒരു പ്രാവശ്യം കൂടെ ഇട്ടാലേ ഇത് മുഴുവൻ വറുത്തെടുക്കാൻ ഒക്കുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഷാലോ ഫ്രൈ മതി. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ചിക്കൻ ഒരു ഇച്ചിരി മൊരിഞ്ഞിട്ടുണ്ട്. ഒത്തിരി വേണ്ട, ഒരു ഇച്ചിരി മൊരിഞ്ഞാൽ മതി. കാരണം ഒരുപാട് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ചിക്കൻ കുറച്ച് ഹാർഡാവും. അത് വേണ്ട. അത് എന്നാലേ സോഫ്റ്റ്നെസ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു ഇതേണ്ടേ ഇപ്പം ഈ കാണാലോ, ആ ഒരു ചെറിയ മൊരിവ് നമ്മൾ തേച്ച് പിടിപ്പിച്ചേക്കുന്ന ആ ഒരു അരപ്പില്ലേ, അതങ്ങോട്ട് മൊരിഞ്ഞ് വെച്ചാൽ മതി. വേണ്ട, ഈ സൈഡൊക്കെ കണ്ടോ നല്ല മൊരിഞ്ഞു, അത് മതി. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇതും രണ്ടാമത് ഷാലോ ഫ്രൈ തന്നെ എടുക്കണേ. പക്ഷെ എന്നാ പ്രശ്നം എന്നറിയാവോ, ഈ നമ്മൾ പെട്ടെന്ന് ഷാലോ ഫ്രൈ എന്ന് പറയുമ്പോഴത്തേന്
ഇതിന് രണ്ട് വഴി എളുപ്പവഴിയുണ്ട്. ഒന്നാണെങ്കിൽ നമ്മളൊരു പരന്ന ഗ്രില്ലേലോ അല്ലെങ്കിൽ അങ്ങനത്തെ പാനിലോ ഒക്കെ ഇടുവാന്നേൽ പെട്ടെന്ന് ആയി കിട്ടാൻ എളുപ്പമാണ്. ഇതിപ്പോൾ ചീനച്ചട്ടിയല്ലേ, കടായി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാൻ വെച്ചിട്ട് ജോലി ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് കടായി വെച്ചത്. അപ്പോൾ ഈ കുഴിവുള്ള പാത്രങ്ങൾ എത്തും തോറും അതിനകത്തുള്ള വാട്ടർ, അതായത് അതിനകത്തുള്ള ജലാംശം മുഴുവനും വേവുന്നതനുസരിച്ച് ഇറങ്ങാൻ തുടങ്ങും. അപ്പം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഒരു സമയം എടുക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അത് മൊത്തം വറുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഞാൻ ഒരുപാട് വറുത്തിട്ടില്ല, ഒരു ഷാലോ ഫ്രൈയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് അതേ എണ്ണയിൽ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അങ്ങ് ചേർക്കാൻ പോവുക. അതേപോലെ ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ കടുകൊക്കെ ആർക്കെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സാണ്. അതുകൊണ്ട് എന്താ, നോർത്തും സൗത്തും കൂടെ മിക്സ് ചെയ്തുള്ള ഒരു കറി ആയതുകൊണ്ട് കടുക് ഇട്ടാൽ എന്താ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. കടുക് ഇടാതിരുന്നാൽ നമുക്കൊരു ആ ഫ്ലേവർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും, അത്രേ ഉള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണ്ടേ തേങ്ങാ കൊത്തും കൂടെ ഇടുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തു വെച്ച 2 പച്ചമുളകും കൂടെ ചേർക്കുക. ഇത് നല്ലതായിട്ട് വഴന്ന് ഉള്ളിയൊക്കെ ഒന്ന് ഇച്ചിരി ബ്രൗൺ ആവണം. പെട്ടെന്ന് ബ്രൗൺ ആയെന്ന് തോന്നി എന്നാന്ന് തോന്നരുത്. കാര്യം നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയിലോട്ടാ ഈ ഉള്ളിയെല്ലാം ഇട്ട്. അതേപോലെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചില്ലായിരുന്നോ തക്കാളി എല്ലാം കൂടെ, അത് ഞാൻ മിക്സിയിലിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. അതെൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വഴന്ന് വരാതെ എനിക്കത് ചേർക്കാനും ഒക്കത്തില്ല. നല്ലതായിട്ട് വഴന്നെന്ന് പറഞ്ഞാൽ കുഞ്ഞു പൊടിയായിട്ട് അരിയുമ്പോഴത്തേന് വേഗം ആയിക്കോളും. അതിനേക്കാട്ടും എളുപ്പം ഒരു ഇച്ചിരി ഉപ്പിട്ടാവുകയല്ലേ അല്ലേ. ഇതിനകത്ത് കറിവേപ്പില അല്ല ആദ്യം ഇടുന്നത്, ഇതിനകത്ത് മല്ലിയിലയാണ് കൂടുതൽ. ഇനിയിപ്പോൾ കറിവേപ്പില ഇട്ടാ എന്നാ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഇട്ടോ, കറിവേപ്പില നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റിയേ. ഒരു ഇച്ചിരും കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞാൽ നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. ഇതിനകത്തോട്ട് വേണ്ട ഞാൻ ഈ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പ് ഒഴിക്കുക. ഓക്കെ, ഇനി ആ എണ്ണ തെളിഞ്ഞു തുടങ്ങുന്നത്. ആദ്യം ഞാൻ ഇട്ട പുറകെ എണ്ണ ഇങ്ങനെ മേലോട്ട് വന്നായിരുന്നു, പക്ഷെ അത് നമ്മൾ ആ അടി കിടക്കുന്ന എണ്ണ മുകളിലോട്ട് വരുന്നതാ. പക്ഷെ അങ്ങനെയല്ല, ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ അരപ്പെല്ലാം കൂടെ ചേർന്നേച്ച് ഇനി തെളിയുന്ന എണ്ണയാ കറക്റ്റ്. ഈ എണ്ണ തെളിഞ്ഞു കഴിയുമ്പോഴാ അടുത്തത് നമ്മൾ ചേർക്കാനുള്ള പൊടികള്, സോസ് ഇതെല്ലാം ഉണ്ടല്ലോ അന്നേരം ചേർക്കാനുള്ളതാണ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ കുറച്ച് പൊടികളെല്ലാം ചേർക്കണം. അതിൻ്റെ കൂടെ സോസും ചേർക്കണം. മഞ്ഞപ്പൊടി നമ്മൾ ചിക്കനെ ചേർത്തായിരുന്നു, പക്ഷെ എന്നാലും ഒരു ഇച്ചിരിയും കൂടെ ചേർക്കുക. ഞാൻ ഒത്തിരി ഇടുന്നില്ല, ഇച്ചിരി. കുറച്ച് മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ഇടാം. കാശ്മീരി മുളക് പൊടിയാ, അതൊരു 2 ടീസ്പൂൺ. ഇതാകുമ്പോൾ കറിക്കൊരു കുറച്ച് കൊഴുപ്പ് കിട്ടും, എരിവ് കാണുവേല. ഇനിയാന്നു ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇഞ്ചി, ഞാൻ എണ്ണയിലോട്ട് തന്നെ ഇടുവാണേ, അതൊരു ഇച്ചിരി വഴന്ന് കിട്ടുകയും ചെയ്യുമല്ലോ. ഓക്കെ, ഇനി അടുത്ത് ചേർക്കാനുള്ള എന്നാന്നറിയോ, സോസ്. അത് ഒരുപാട് വേണ്ട, ഒരു ടീസ്പൂണോളം നമുക്ക് ടൊമാറ്റോ സോസും, ഒരു സോയാ സോസ്. ഇത് കുറച്ച് ഡാർക്ക് സോയാ സോസാണ്, അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം സോയാ സോസ് മതി. ഇതും ആ പൊടിയും എല്ലാം കൂടെ ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് കരിഞ്ഞു പോവാതെ അതിൻ്റെ ഒരു പച്ചച്ചൊവ മാറുന്നിടം വരെ ഒന്ന് നല്ലതായിട്ട് മൂപ്പിക്കുക. എന്തായാലും നമ്മളെ പൊടിയൊന്ന് വേവണം. ചിക്കനിലെ വെള്ളം മുഴുവൻ ഊറിക്കഴിഞ്ഞു. അപ്പം ഞാൻ ഇതൊന്ന് വേവാനായിട്ടേ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. ചീനച്ചട്ടിക്ക് നല്ല ചൂടായതുകൊണ്ടുണ്ടല്ലോ അത് പെട്ടെന്ന് അങ്ങ് പറ്റി പോവുക. അന്നേരം ഒരു ഇച്ചിരി കൂടെ ഒഴിച്ചു. അതായത് ആ പച്ചച്ചൊവ നമ്മൾ ചേർത്ത പൊടിക്കും സോസും എല്ലാം ഒന്നും ഒത്തുചേരണ്ടായോ. അന്നേരം അതിനായിട്ട് ഒരു ചേരാൻ വേണ്ടി കുറച്ചൊരു വെള്ളം ഒഴിച്ചു. എന്ന് വെച്ചാൽ ഇതിൻ്റെ എണ്ണയൊന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ പൊടിയൊന്ന് വേവും,
മാത്രമല്ല ആ പൊടിയുടെ ഒരു മൂപ്പ് എല്ലാം കറക്റ്റായിരിക്കും. അല്ലെങ്കിൽ മുളക് പൊടിയുടെ ഒരു കുത്തൽ, ആ പച്ചച്ചോവ നല്ലോണം ഉണ്ടാവും. ഇതൊരു ഇച്ചിരി സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പണിയാ. അത് ഏറ്റവും എളുപ്പത്തിൽ പണി ചെയ്യാൻ പറ്റുന്ന എന്നതാണെന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നമ്മൾ. പക്ഷേ ഇപ്പം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ന് ചെയ്യുന്നത് കുറച്ച് പണിയാണ്. അതൊരു പരീക്ഷണമല്ലായിരുന്നോ? അന്നേരം അതിന് ഇച്ചിരി എല്ലാം ചേരാതെ ഒക്കുകയില്ല. അന്നേരം പിന്നെ ഇച്ചിരി നേരം എടുക്കുന്ന ഒരു കാര്യമാണ്. ഇത് വല്ല ഡിന്നറിനോ അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ഇത് കറി വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ചപ്പാത്തിക്കും ഉച്ചയ്ക്കത്തെ ചോറിനും എല്ലാം എടുക്കാം. ഇതേണ്ടേ ഇനിയിപ്പോൾ ഇതേണ്ടേ ഇതിൻ്റെ എണ്ണ, നമ്മൾ ഒഴിച്ച എണ്ണ തെളിയാൻ തുടങ്ങുക. ഒരു ഇച്ചിരി സമയം കൂടെ എടുക്കും. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കുവാന്നേൽ പെട്ടെന്നാവും. നമുക്ക് ആ മണം വരുമ്പോൾ അറിയാം മുളക് പൊടിയുടെ ഒരു പച്ചച്ചോവ ഉണ്ട് ഇതിന് ബേസിക്കലി. അതൊന്നും മാറുകയല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ ചിക്കനേലും എല്ലാം ഒരു ചൊവ ത്രൂ ഔട്ട് ഉണ്ടാവും. ഉപ്പ് നമ്മൾ അരപ്പിലധികം ഇട്ടിട്ടില്ല. എന്നാന്ന് വെച്ചാൽ ചിക്കനെ ചേർത്തിട്ടുണ്ട്, ഉള്ളി വഴറ്റാനായിട്ടും ചേർത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തപ്പോൾ അതിനകത്ത് ഉപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് നോക്കിയേച്ച് നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയേ. ഇനി വെള്ളം ഇത്രയും പോരാ, കുറച്ചുകൂടെ വേണം. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് കസൂരി മേത്തി. ചിക്കൻ മുഴുവൻ വേവും ആയിട്ടില്ല. അപ്പം ഇനി ബാക്കി ഈ അരപ്പിനകത്ത് ആ ചിക്കൻ വേവും വേണം. അപ്പം എന്നാന്ന് വെച്ചാൽ അതേ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, ഞാൻ എടുത്ത് അങ്ങ് ഇടുവല്ല. എൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞു വരുക. അന്നേരം ഇനി ഒരുപാട് നേരം ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അടിക്ക് പിടിച്ചാൽ എണ്ണ എടുക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഞാൻ ഈ വറുത്ത ചിക്കൻ ആ ജ്യൂസോടുകൂടി ആ എണ്ണയോടുകൂടി തന്നെ ഈ അരപ്പിലോട്ട് അങ്ങ് ചേർക്കും. ഓക്കെ, ഇപ്പം ഞാൻ ആ ജ്യൂസോടുകൂടി ചേർത്തു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് എന്നാന്നറിയോ, അതിൻ്റെ ഒരു നിറം കണ്ടോ, നമ്മൾ ആ കാശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ടാണ് എരിവ് എന്നാൽ കാണത്തുമില്ല. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇച്ചിരി കുറച്ച് വെച്ച് ഇതിനകത്ത് ഗരം മസാല എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടത് എന്നതാ 2 ഗ്രാമ്പൂ 2 ഏലക്കേ ഉള്ളൂ. പക്ഷെ അത് പോരാ, ഇറച്ചിക്കായ ഒരു ഇച്ചിരി മസാല വേണം. അന്നേരം ഒരു ഇച്ചിരി മസാല, അതായത് ഇതൊരു 1/2 ടീസ്പൂൺ എൻ്റെ അളവുണ്ടാവുള്ളൂ. ഇതെന്നാ ടീസ്പൂൺ കണക്കൊന്നും ഇടാത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും കൈവാക്കാണ് ഇഷ്ടം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി. എരിവ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതും ഒരു 1/2 ടീസ്പൂണേ ഉണ്ടാവുള്ളൂ. തീ ഒന്ന് നല്ലതായിട്ട് കുറച്ച് വെച്ച് ഇനി ചേർക്കാൻ പോകുന്നത് ആണ് ഫ്രഷ് ക്രീം. അല്ലെന്നുണ്ടെങ്കിൽ നല്ല അണ്ടിപ്പരിപ്പും കശകശയും കൂടെ അരച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കുക. എൻ്റെ ഫ്രിഡ്ജിലിപ്പം ഫ്രഷ് ക്രീം ആയിരുന്നേ, അതുകൊണ്ട് ഞാൻ ഫ്രഷ് ക്രീം ചേർക്കുക. കണ്ടോ, ഇത് എന്നാലും ഞാൻ പറഞ്ഞില്ലേ പെരണ്ടേ ഇരിക്കുള്ളൂ. അതുകൊണ്ട് ഇത് വേവണം. ആക്ച്വലി ചിക്കനും മീനും ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെതായ വെള്ളം ഊറിയിട്ട് വേവുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷെ നമ്മൾ ആദ്യം ഇത് വറുത്തോണ്ടാണ് അതിൻ്റെ വെള്ളം നമുക്ക് കിട്ടാതെ പോയത്. അതുകൊണ്ട് ചിക്കനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. അത് ഇച്ചിരി 3/4 പോലും വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേവാനുണ്ട്. അതിന് വേവാനുള്ള ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കണ്ടായോ, അതിന് വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ ചേർത്തിരിക്കുന്ന എണ്ണയും അരപ്പും എല്ലാം ഈ ചിക്കനയിലോട്ട് നല്ലതായിട്ടൊന്ന് പിടിക്കണം. Annie's Kitchen. Let's cook with love.